നിങ്ങൾക്ക് കെറ്റിലൊക്കെ മുട്ട പുഴുങ്ങിയെടുക്കാൻ അറിയോ? അറിയില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളി. ഞാൻ എൻ്റെ ചാനലിലൂടെ കെറ്റിൽ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, പാല് തിളപ്പിച്ചിട്ടുണ്ട്, ചോറുണ്ടാക്കിയിട്ടുണ്ട്. വിവിധ തരം റെസിപ്പികൾ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏതായാലും മുട്ട പുഴുങ്ങിയെടുക്കാനാണ് പോണത്. 2 ദിവസം മുമ്പ് ഞാനൊരു പൊറാട്ടയുടെ വീഡിയോ ഇട്ടീനി, എങ്ങനെ ചോറ് കൊണ്ടുണ്ടാക്കുക പൊറാട്ട. ആ വീഡിയോയിലുള്ള കറിയാണിത്. ആ കറി അന്ന് ആ വീഡിയോയിൽ ഇട്ടേക്കാണെങ്കിൽ വീഡിയോ ലോങ് ആവുമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. ഈ ചായ ഈ കെറ്റിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മുട്ട കഴുകി വൃത്തിയാക്കിയിട്ട് കെറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടാവും കെറ്റിൽ കേടായി പോകുമോയെന്ന്. ഇല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിവിടെ കെറ്റിൽ വാങ്ങിയിട്ട് 1.5 വർഷമായി. എൻ്റെ കെറ്റിലിന് ഒരു കേടും പറ്റിയിട്ടില്ല. ഞാൻ സ്ഥിരമായിട്ട് മുട്ട പുഴുങ്ങിയെടുക്കുന്നത് ഈ കെറ്റിലാണ്. 600 രൂപക്ക് ഞാൻ വാങ്ങിയെടുത്തിട്ടുള്ള കെറ്റിലാണിത്. അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വരില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടില്ല. പാല് തിളപ്പിച്ചിട്ട് ചോറ് ഉണ്ടാക്കണം, അങ്ങനെ കുറേ വീഡിയോ ഇട്ടിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കെറ്റിൽ തിളച്ച് കഴിഞ്ഞാൽ ഓഫാകും. ഓഫായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓട്ടോമാറ്റിക് ഓഫ് ആവുമല്ലോ. ഓഫായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല കറക്റ്റ് പരുവത്തിലായി ഉണ്ടാവും. ഈ ഉള്ളി എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മുട്ടക്കറി ഉണ്ടാക്കാനാണല്ലോ വന്നത്. അപ്പോൾ ഈസി ആയിട്ട് തൊലിച്ചെടുക്കുന്ന വീഡിയോ കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് തൊലിഞ്ഞ് കിട്ടും. ഒരു മുട്ട പോലും പൊട്ടിയിട്ടുണ്ടാവില്ല. എത്ര മുട്ട വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 5 6 7 8 9 ഒക്കെ നമുക്ക് ഇടാവുന്നതാണ്. അത് നേരെ മറിച്ച് ഒരു ചട്ടിയിലൊക്കെയാണ് പുഴുങ്ങിയെടുക്കണമെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ കൂട്ടിമുട്ടിയിട്ട് പൊട്ടിയിട്ടുണ്ടാകും. സാധാരണ ഞാൻ ചട്ടിയിൽ പുഴുങ്ങിയെടുക്കുമ്പോഴൊക്കെ കൂട്ടിമുട്ടിയിട്ട് പൊട്ടാറാണ് പതിവ്. അതിൻ്റെ കറക്റ്റ് ഉണ്ടാക്കാൻ അറിയായിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പുഴുങ്ങിയെടുക്കുമ്പോഴൊക്കെ പൊട്ടാറുണ്ട്. കെറ്റിൽ പുഴുങ്ങിയെടുത്താൽ ഒന്നും കൂട്ടിമുട്ട് പൊട്ടൂല കേട്ടോ. എന്താ വെച്ചാൽ അപ്പോഴത്തേന് പെട്ടെന്ന് ചൂടാവുമല്ലോ കെറ്റിൽ, അതുകൊണ്ടായിരിക്കാനാണ് സാധ്യത. പിന്നെ കെറ്റിൽ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പുഴുങ്ങിയെടുക്കുമ്പോൾ ഉപ്പിടണം. ആ ഉപ്പിടുന്ന വീഡിയോ ഞാൻ എടുത്തണമെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഇതാ പൊറോട്ടൻ്റെ വീഡിയോയിൽ ഉണ്ടായിനാന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഞാൻ ഇത് കൊടുക്കാതെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഉള്ളി അരിന ഇങ്ങനത്തെ ഒരു മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉള്ളി അരിയാൻ പറ്റും. നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. മുട്ട പുഴുങ്ങണതിൻ്റെ മുമ്പ് കെറ്റിലേക്ക് ഉപ്പിടണം. വെള്ളം ഒഴിച്ചുമ്പോൾ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് എന്തിനാണ് ഇടണമെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല. ഉപ്പിടണം എന്തിനാ വെച്ചാൽ പെട്ടെന്ന് തൊലി പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് പറഞ്ഞില്ലേ. നല്ല വീഡിയോ ആണോ? നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ പ്രിയപ്പെട്ടവരെ. ലൈക്ക് കൊടുക്കണം, കമൻറ്റ് ഇടണം, ഷെയറും കൂടി ചെയ്താൽ. ഇനിയിപ്പോൾ അതായിട്ട് എന്തിനാണ് കുറക്കണേ. ഇതുപോലെ ഒരു മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അടുക്കള ജോലി എളുപ്പത്തിലാക്കാൻ പറ്റും. നമുക്ക് എന്ത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും കട്ട് ചെയ്യാൻ. ഞാൻ സേമിയ വരെ അതിലാണ് കേട്ടോ കട്ട് ചെയ്യൽ. സേമിയ അയക്കാണ്ട് ഇട്ട് കൊടുക്കും പായസം ഉണ്ടാക്കണമെങ്കിൽ, അങ്ങനെ കട്ട് ചെയ്യലാണ്. അപ്പോൾ ഇത് ഇവിടെ എന്താണ് രണ്ടാമതും വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ആ വീഡിയോ തന്നെ പിന്നെ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കെറ്റിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ. അത്രയേ ഉള്ളൂ പണി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് മുട്ട പുഴുങ്ങിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനും എളുപ്പം തന്നെയാണ്. മുട്ട മുളകിടുകയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിക്കനൊക്കെ മുളകിടാറുണ്ടല്ലോ, അതുപോലെ നമുക്ക് മുട്ടയൊന്ന് മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. അതിനായിട്ടൊരു കെറ്റിലല്ല എടുത്ത്, കുക്കറാണ് കേട്ടോ എടുത്തത്. ക്യാമറ മിസ്റ്റേക്കൊക്കെ ഉണ്ട്, മാറിപ്പോയതാണ്. കെറ്റിലും കുക്കറൊക്കെ മാറിപ്പോയതാണ് കേട്ടോ. കെറ്റിൽ ഏതാണെന്ന് കുക്കർ ഏതാണെന്ന് കണ്ടാൽ മനസ്സിലാവൂലേ. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കുക്കറാണ്. കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഉലുവട്ടെടുത്ത് കഴിഞ്ഞാൽ കറിവേപ്പില എന്തിനാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇടുന്നത്. കറിവേപ്പില ഉള്ളവർ ഇടും, ഇല്ലാത്തവർ ഇടൂല. പിന്നെ അതിൻ്റെ മേലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി കട്ട് ചെയ്തപ്പോൾ ആ മെഷീനിലേക്ക് തന്നെ ഞാൻ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഉള്ളി. അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി എന്ത് ചെയ്യണം, നല്ലോണം വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകപ്പൊടി ഒക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എല്ലാം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ ആ കറിയായിട്ട് നിൽക്കുള്ളൂ. അങ്ങനെ തക്കാളി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങിയത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്രയേ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അത് നന്നായിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞിട്ട് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഒരു വിസിൽ എന്നാൽ ഓഫാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയാവും. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ മുട്ട തൊലിച്ചതൊക്കെ ഞാൻ അവിടെ കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇത്രയും നേരം വീഡിയോ മുട്ട പുഴുങ്ങിയത് കുക്കർക്ക് ഇടുന്ന വീഡിയോ ഞാൻ എടുത്തുക്കണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതെങ്കിലും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വൈൻഡപ്പ് ആക്കി പോവാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇതിലേക്ക് മുട്ട ഇടാം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടല്ലോ. അതിലേക്കാണ് മുട്ട ഇട്ട് കൊടുത്താൽ. എന്നിട്ട് മുട്ട ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് പിന്നെ എന്ത് ചെയ്യണം, ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്തെടുത്ത്, മല്ലിൻ്റെ ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് ചേർത്തെടുത്ത്, അങ്ങനെ ഒരു മുട്ടയും കൂടി ഇട്ടെടുത്ത് ഒരു വിസിൽ വന്നാൽ ഓഫാക്കി എടുക്കാമെന്നാണ് പറഞ്ഞത്. നന്ദി, നമസ്കാരം.